നമസ്കാരം. നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. 2025 ഒക്ടോബർ മാസം 9-ാം തീയതി ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് മാറി. നവംബർ 2-ാം തീയതി വരെ ശുക്രൻ തൻ്റെ നീചരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. നീചരാശിയിൽ ആണെങ്കിലും ശുക്രന് അത്രയധികം ബലക്കുറവ് ഉണ്ടാകുന്നതല്ല. എന്നിരുന്നാലും ശുക്രൻ തീരെ ബലമില്ലാത്ത ബുധൻ്റെ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ പൊതുവെ 6, 7, 10, 12 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ ശുക്രൻ തൻ്റെ നീചരാശിയിലായതുകൊണ്ട് തന്നെ മറ്റു ചില ഗ്രഹങ്ങളുടെ സ്ഥാനനിമിത്തം ശുക്രന് അതിയായ ബലം അനുഭവപ്പെടുകയും ദോഷപ്രദമായ ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ശുക്രനെ കൊണ്ട് ഗുണപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. അത്തരത്തിൽ ബുധൻ്റെ സ്ഥിതി നിമിത്തം ശുക്രന് അതിയായ ബലം കടന്നു വരികയും ശുക്രനെ കൊണ്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ നേടാൻ യോഗമുള്ള 4 രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശുക്രൻ നീചരാശിയിലായതുകൊണ്ട് തന്നെ ആദ്യം നീചത്തിൻ്റെ ഫലം അനുഭവത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ പകുതി വരെ ഒരല്പം ദോഷപ്രദമായ ഫലങ്ങൾ ഈ 4 രാശിക്കാർക്കും ലഭിക്കാൻ ഇടയാകുന്നതാണ്. അതിനുശേഷം വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. ജ്യോതിഷത്തിൽ ശുക്രനെ കൊണ്ട് വിവാഹം, പ്രണയം, സൗന്ദര്യം, ആഡംബര വസ്തുക്കൾ, സുഖഭോഗ വസ്തുക്കൾ, വാഹനം, സമ്പത്ത് മുതലായവയെ പറ്റിയെല്ലാം ചിന്തിക്കുന്നു. അതിനാൽ തന്നെ ഈ ഒരു ഗ്രഹം അനുകൂല ഭാവത്തിൽ വന്നാൽ ഈ പറഞ്ഞ കാരകധർമ്മങ്ങൾക്ക് വളരെ അനുകൂലമായ അവസ്ഥ ഉണ്ടാകും. അതായത് ജാതകർക്ക് ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കുന്നതിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹം നീചരാശിയിലേക്ക്, രാശിമാറ്റവും നീചരാശിയിലേക്ക് കടന്നതിനാലും 12 രാശിക്കാരെയും ഇതെല്ലാം ബാധിക്കുന്നതാണ്. അതിൽ 4 രാശിക്കാർക്ക് വളരെയധികം രാജയോഗാവസ്ഥ നൽകും. നിങ്ങളുടെ ജാതകത്തിൽ ദശ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ശുക്രമഹാദശ നടക്കുന്നവർ അല്ലെങ്കിൽ ശുക്രൻ്റെ അന്തർദശ നടക്കുന്നവർക്കൊക്കെയാണ് ഈ രാശിമാറ്റവും ഈ യോഗഫലങ്ങളും കൂടുതൽ അനുഭവത്തിൽ വരിക. മാത്രമല്ല, നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നീചഭംഗം ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയത്ത്, അതായത് ഒക്ടോബർ 9 മുതൽ നവംബർ 2 വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ഉത്കൃഷ്ടമായ ഫലങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതാണ്. പ്രധാനമായും ചിങ്ങം, കന്നി, തുലാം എന്നീ മാസങ്ങളിൽ ജനിച്ചവർക്ക്, അതായത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രന് നീചമുണ്ടോ നീചഭംഗമുണ്ടോ എന്നറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടിയും ഏകദേശം ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഇത്തരത്തിൽ ശുക്രൻ നീചത്തിൽ നിൽക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ശുക്രന് നീചഭംഗം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 മാസങ്ങളിൽ ജനിച്ച ആളുകൾ നിർബന്ധമായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ശുക്രൻ്റെ നീചസ്ഥിതി അല്ലെങ്കിൽ ശുക്രൻ്റെ നീചഭംഗാവസ്ഥ നിമിത്തം ഏറെ ധനവാന്മാരാകാൻ യോഗമുള്ള ആദ്യത്തെ രാശിക്കാരാണ് മകരക്കൂറുകാർ. മകരക്കൂറിൽ ജനിച്ച ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 3 നക്ഷത്രക്കാർക്കും വളരെ മികച്ച യോഗാനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാകുന്നതാണ്. മകരം രാശിക്കാരുടെ 9-ാം ഭാവത്തിലാണ് ശുക്രൻ നീചം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാശി മാറിയ ശേഷം കുറച്ച് ദോഷപ്രദമായ അവസ്ഥകളൊക്കെ ഇവർക്ക് നിലവിൽ വരും. ഒക്ടോബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരുന്നതാണ്. പ്രധാനമായും ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നീചഭംഗം പ്രാപിക്കുന്നത് വളരെ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് നൽകുന്നതിനിടയാക്കും. പൊതുവെ ഭാഗ്യമുള്ള ഒരു കാലഘട്ടമായി മാറുന്നതാണ്. അപ്രതീക്ഷിതമായ പലവിധ ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും. നറുക്കെടുപ്പ്, ചിട്ടി മുതലായവയിലെല്ലാം വിജയിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ എല്ലാ മേഖലയിൽ നിന്നും ഇവർക്ക് ധനലാഭം നേടുന്നതിന് സാധിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, കാരണം ബുധൻ്റെ സ്ഥിതി നിമിത്തമാണ് ഇവർക്ക് നീചത്തിന് അയവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് പരമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ലഭിക്കുന്നതിനിടയാകും. മകരക്കൂറുകാർക്ക് ശുക്രന് 5-ാം ഭാവാധിപത്യവും 10-ാം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുവാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ചികിത്സകളൊക്കെ ചെയ്യാൻ പറ്റിയ അനുകൂല സമയമാണ്. അത്തരത്തിൽ ചികിത്സകളെല്ലാം ചെയ്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിനിടയാകും.
കൂടാതെ മക്കൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നതിന് അനുകൂലമായ ഒരു സമയമാണ്. 10ാം ഭാവം എന്ന് പറയുന്നത് ജോലിയുടെ ഒരു ഭാവമാണ്, അതായത് നമ്മുടെ തൊഴിൽ ഭാവമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടുന്നവർക്ക് വളരെ മികച്ച അവസരങ്ങൾ കൈവരും. പ്രണയാനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും പ്രണയസംബന്ധിയായി വിജയങ്ങളൊക്കെ നേടുന്നതിന് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രണയം തുറന്നു പറയാൻ ഒക്ടോബർ പകുതിക്ക് ശേഷം വളരെ അനുകൂലമാണ്. കൂടാതെ ഇവരുടെ വ്യാഴം 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട് ഒക്ടോബർ 18 ശേഷം. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രാജയോഗ ഫലങ്ങൾ മകരരാശിക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. നിലവിൽ 6ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് മകരം രാശിക്കാർ. എന്നാൽ ശുക്രൻ്റെ രാശി മാറ്റവും ഒപ്പം തന്നെ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും കൂടി ആവുമ്പോൾ ഇവർക്ക് പലവിധ രാജയോഗ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും. ശുക്രൻ്റെ നീചസ്ഥിതി നിമിത്തം ഏറെ ധനം നേടാൻ യോഗമുള്ള 2ാമത്തെ രാശിക്കാരാണ് തുലാം രാശിക്കൂറുകാർ. തുലാം രാശിയിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം ഈ 3 നക്ഷത്രക്കാർക്കും വളരെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നതാണ്. തുലാം രാശിക്കൂറുകാർക്ക് തങ്ങളുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ നീചം പ്രാപിക്കുന്നത്. ശുക്രനാണെങ്കിൽ ജന്മഭാവത്തിൻ്റെയും അഷ്ടമഭാവത്തിൻ്റെയും അധിപൻ കൂടിയാണ്. സാധാരണഗതിയിൽ 12ൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഒട്ടും അനുകൂലമല്ല. എന്നിരുന്നാലും ബുധൻ്റെ പ്രത്യേക രാശിസ്ഥിതി നിമിത്തം ഒക്ടോബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇവർക്ക് വളരെ മികച്ച ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രധാനമായും പറയാവുന്നത് ഇവർക്ക് വളരെ മികച്ച ഭോജനസുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ്. തനിക്കിഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുന്നതിനും സുഹൃത്തുക്കളോടൊക്കെ ഒന്നിച്ച് പുറത്ത് യാത്ര ചെയ്യുന്നതിനും വിനോദയാത്രകളൊക്കെ ചെയ്യുന്നതിനെല്ലാം ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ ശുക്രൻ കന്നിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകുന്നതാണ്. ഇവർ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പണം വിനിയോഗം ചെയ്ത് ധനം നേടാൻ ശ്രമിക്കും. അതായത് പണമിടപാട് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും. ഷെയർ മാർക്കറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കും മികച്ച ലാഭം നേടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ശുക്രൻ കന്നിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർക്ക് ധനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. കൂടാതെ ഇവർ ഈ കാലഘട്ടത്തിൽ പരോപകാരം ചെയ്യുന്നതിന് ഇടയാകും. ദാനം പോലെയുള്ള ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ശുക്രൻ കന്നിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകുന്നതാണ്. അഷ്ടമാധിപനായ ശുക്രൻ 12ൽ നിൽക്കുന്നത് തന്നെ ഒരുതരം രാജയോഗമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പല രീതിയിൽപ്പെട്ട ആദായവും ഉണ്ടാക്കാനായി ശ്രമിക്കും. അതിൽ പല മേഖലകളിലും ഇവർ വിജയിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രശ്നമുള്ളത് 12ൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുഗുണം ഉണ്ടാകുന്നതല്ല. ബന്ധുക്കളെ കൊണ്ട് യാതൊരുവിധ ഗുണങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടാകാൻ ഇടയാകുന്നതല്ല. അവരോടൊക്കെ പണം ചോദിച്ചു നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനായി ബന്ധുക്കളോട് പണം കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു മാർഗം കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഇവർക്ക് ഈ സമയത്ത് രോഗമുണ്ടാകുമോ എന്ന ചിന്ത അധികരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ രീതികൾ അവലംബിക്കുകയൊക്കെ ചെയ്യും. കൂടാതെ ഇവർ പുതിയതായി പലവിധ വിദ്യകൾ പഠിക്കുന്നതിന് ഇടയാകും. അതായത് നാളെ ഒരു കാലത്ത് നല്ല രീതിയിൽ ധനം സമ്പാദിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുതിയ കലാരൂപങ്ങളോ അതല്ല എങ്കിൽ പുതിയ വിദ്യകളെല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ്. തൻ്റെ ആവശ്യത്തിന് ഇവർ ഇഷ്ടം പോലെ ധനം ചെലവഴിക്കുന്ന ഒരു സമയമാണ്. ഇതിനെ ദൂരത്തുനിന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും സ്വന്തം കാര്യം നടത്തുന്നതിനായി എന്ത് രീതിയിലും ഇവർ ധനം ചെലവഴിക്കാൻ ഇടയാകും. ശുക്രൻ നീചം ചെയ്ത് നിൽക്കുന്നതിനാൽ വാഹനം വാങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയമാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഈ സമയത്ത് ചില ലോണുകളൊക്കെ എടുത്ത് വാങ്ങുന്നതിന് ഇടയാകും. കൂടാതെ വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമാണ്. ഒക്ടോബർ പകുതിക്ക് ശേഷം എത്ര വിവാഹം നടക്കാത്ത ആളുകളാണെങ്കിലും നല്ല രീതിയിലൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹം നടക്കുന്നതിനിടയാകും. ശുക്രൻ 12ാം ഭാവത്തിൽ ദോഷപ്രദനാണെങ്കിലും ശുക്രൻ്റെ നീചഭംഗം നിമിത്തം ഇവർക്ക് വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തതായി ശുക്രൻ്റെ നീചസ്ഥിതി നിമിത്തം ഏറെ ധനവാന്മാരാകാൻ യോഗമുള്ള അടുത്ത രാശിക്കാരാണ് കർക്കിടകക്കൂറുകാർ. കർക്കിടകത്തിൽ ജനിച്ച പുണർദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് വളരെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും. കർക്കിടകക്കൂറുകാർക്ക് വളരെ യോഗപ്രദനാണ് ശുക്രൻ. അതായത് 4ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിച്ച ശുക്രനാണ് നിലവിൽ 3ാം ഭാവത്തിൽ നിൽക്കുന്നത്.
ഇത് വളരെ ഉത്തമമായ ഒരു രാശിസ്ഥിതിയാണ്. ശുക്രന് 11ാം ഭാവത്തിൻ്റെ ആധിപത്യം ഉള്ളതിനാൽ തന്നെ ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും ധനലാഭം നേടുന്നതിന് സാധിക്കും. ഇവർ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വിജയിക്കുന്നതിന് സാധിക്കും. സത്യം പറഞ്ഞാൽ ഇവർ തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന ഒരു സമയമാണ്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഇവർ ധനസമ്പാദനത്തിനായി ഇറങ്ങി പുറപ്പെടും. സ്വന്തം ധനത്തിൻ്റെ ഒരു ഭാഗം പരോപകാരത്തിനായോ ദാനം ചെയ്യുന്നതിന് വേണ്ടിയോ ഇവർ ചെലവഴിക്കുന്നതാണ്. താൻ കുറേ കാലമായി പോകണം എന്നാഗ്രഹിച്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനോ അതല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒരുമിച്ച് ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെല്ലാം ഇടയാകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത്. ഇവർ പൊതുകാര്യങ്ങളിൽ കൂടുതലായി ഇടപഴകുന്നതിന് ഇടയാകും. ഇത്തരത്തിൽ ഇടപഴകുന്നത് മൂലം ഇവരുടെ പ്രശസ്തിയും കീർത്തിയും കൂടാതെ സമൂഹത്തിലെ അധികാരവും വർദ്ധിക്കുന്നതിന് ഇടയാകും. കൂടാതെ സംഗീതം, നൃത്തം മുതലായ കലകളോട് വളരെയധികം താല്പര്യം വർദ്ധിക്കും. അത്തരം കലകൾ പഠിക്കുന്നതിനും അത്തരം കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് ഇടയാകുന്നതാണ്. കർക്കിടകക്കൂറുകാരായ ആളുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ സ്വന്തം വീടിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ്. താൻ ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച വാഹനം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പണമെറിഞ്ഞിട്ട് സ്ഥലം ബ്ലോക്കായി കിടക്കുന്ന ആളുകൾക്കൊക്കെ അത് വിറ്റഴിക്കുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവാഹത്തിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും 2ാം പകുതിയിൽ വിവാഹം വളരെ എളുപ്പത്തിൽ നടക്കുന്നതിനിടയാകും. അതിനാൽ തന്നെ കർക്കിടകക്കൂറുകാർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക. 4ാമതായിട്ട് മേടരാശിക്കൂറുകാരാണ്. മേടരാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രക്കാർക്ക് 6ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അതായത് വിവാഹം, ധനം എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം കടങ്ങളെല്ലാം വീട്ടി തീർക്കാനായി അപ്രതീക്ഷിത മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. ഒരൽപ്പം ശ്രമിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗങ്ങൾ നേടുന്നതിനായി ശ്രമിക്കുകയും ചെയ്താൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. കൂടാതെ ശത്രുദോഷങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ നിമിത്തം അവയെല്ലാം ഒഴിവാക്കുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഇവർക്ക് ബിസിനസ്സിൽ നിന്നും ഏറെ ധനസൗഭാഗ്യം നേടുന്നതിന് അനുകൂലമായ സമയമാണ്. ജീവിതത്തിൽ പലവിധേന എതിർപ്പുകളൊക്കെ ഇവർക്ക് ഉണ്ടാകും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ പലരും എതിർക്കാനുണ്ടെങ്കിലും അത്തരം എതിർപ്പുകളെ ഇവർ മറികടക്കുകയും ഏറെ മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിന് ഇടയാകുകയും ചെയ്യും. ശുക്രന്റെ 6ാം ഭാവ സ്ഥിതി നിമിത്തം ഇവർക്ക് ഒരുപക്ഷെ ശത്രുക്കളിൽ നിന്ന് പോലും ധനലാഭം ഉണ്ടായേക്കാം. കോടതി വ്യവഹാരങ്ങളിലെല്ലാം വിജയമുണ്ടാകും. കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമിയോ മറ്റോ ഇവർക്ക് അനുകൂലമായി ലഭിക്കും. ചില ആളുകൾക്ക് പിതൃസ്വത്തൊക്കെ കേസിൽപ്പെട്ട് കിടക്കുന്നുണ്ടാകും. അവയെല്ലാം ഇവർക്ക് അനുകൂലമായി വിധി വരുന്നതിന് ഇടയാകും. തൻ്റെ ഭാര്യയുടെ രോഗാവസ്ഥയ്ക്ക് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും. നിലവിലെ ചികിത്സ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ ചികിത്സകൾ തേടുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ഭാര്യയുടെ രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. നിലവിൽ പ്രണയമൊക്കെയുള്ള ആളുകളാണെങ്കിൽ തൻ്റെ പ്രണയം തുറന്നു പറയാൻ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേടക്കൂറുകാർക്ക് വളരെ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകും. അതിനുശേഷം 2ാം പകുതിയിൽ ഇവർക്ക് ഏറെ അഭിവൃദ്ധിയും കൈവരും. അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങൾ ഇവർക്ക് തെളിഞ്ഞു വരുന്നതാണ്. ലോട്ടറി മുതലായ അപ്രതീക്ഷിത ധന മാർഗങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിൽ മേൽപ്പറഞ്ഞ 4 രാശിക്കാർക്ക് ശുക്രൻ നീചാവസ്ഥയിലാണെങ്കിലും ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും കൈവരും. ശുക്രന്റെ നീചാവസ്ഥ മാറി ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ നിന്നും മറ്റ് എല്ലാവിധ മാർഗങ്ങളിൽ നിന്നും ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിൻ്റെ കാരകൻ കൂടിയാണ് ബുധൻ. അതുകൊണ്ട് തന്നെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ 4 രാശിക്കാർക്കും വളരെ മെച്ചപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.